എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ലയാലി ലുബ്നാൻ എന്നാണ് ഈ ഒരു പുഡിങ്ങിന്റെ പേര്. ഒരു അറേബ്യൻ ഡെസേർട്ട് ആണ്. റവയൊക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 ലിറ്റർ അളവിൽ പാലാണ്. നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് പാലെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ പുഡിങ്ങിന്. ഇനി നിങ്ങൾക്ക് 1/2 ലിറ്റർ പാലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ചേരുവകളെല്ലാം തന്നെ പകുതി അളവിലെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ റവയാണ്. ഇതിലേക്ക് നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നല്ലത് വറുത്ത റവ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് അളവിൽ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു 3-4 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ഈ ഒരു റവയുടെ കളറൊന്നും മാറിപ്പോകരുത്. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ റവ ഇവിടെ നിന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാരയൊക്കെ ഉരുകി നന്നായിട്ട് അലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ആണ്. ഈ ഒരു റോസ് വാട്ടറൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം ഈ ഒരു പുഡിങ്ങിനൊക്കെ നല്ലൊരു ടേസ്റ്റ് നൽകുന്നതും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹാഫ് സ്ട്രിങ് പരുവോ ഒറ്റനൂൽ പരുവോ ഒന്നും ആകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റത്തേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഒരു 1 ലിറ്റർ അളവിലുള്ള പാലാണ്. ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്ത് പാല് ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാതാണ് കേട്ടോ. നമ്മൾ പഞ്ചസാര അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുക. ഈ ഒരു ലെയറിൽ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇവ രണ്ടും കൂടി ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റവ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട കെട്ടുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ വല്ലതും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഒട്ടും തന്നെ ഇതിൽ കട്ടകളൊന്നും കാണാൻ പാടില്ല. ഈ ഒരു റവയുടെ ഒരു മിക്സ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ഒഴിവാക്കാതിരിക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ആണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പുഡിങ്ങിൽ ആ ഒരു നെയ്യുടെ ആ ഒരു ടേസ്റ്റ് മണമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടർ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇത് അത്യാവശ്യം നമുക്ക് കുറുകി കിട്ടണം, എന്നാൽ ഓവറായിട്ടങ്ങ് കുറുകി പോകരുത്. ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറുകി വരുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഇതുപോലെ തിള പോലെ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഏത് പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 15-20 മിനിറ്റൊക്കെ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും തന്നെ ഒന്ന് ഉറച്ച് കിട്ടും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമാണ്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമുള്ളതാണ്. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾ പൗഡർ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ മാക്ടോപ്പിൻ്റെ മധുരമുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് സാധാരണ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം.
ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവം കിട്ടുന്ന വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിലും ഓവറായിട്ട് അങ്ങ് കട്ടി കൂടി അങ്ങ് പോവരുത് ക്രീമിന്. ഇനി ഒരു വിപ്പിംഗ് ക്രീമിന് പകരം ഹെവി ക്രീമും അതുപോലെ തന്നെ കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് അത് രണ്ടും കൂടി പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മധുരം അതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതുപോലെ കുറുക്കി എടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് ആ ഒരു മിക്സ് സെക്കൻഡ് ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ഈ ഒരു ക്രീം ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ക്രീം നന്നായിട്ട് തന്നെ ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പുഡിങ് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഞാൻ തിര പൊടിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു പിസ്ത ഇതുപോലെ തിരി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. സെൻറ്ററിലേക്കും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് എടുത്താണ്, അതും കൂടെ നമുക്കിതിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു നട്ട്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ സെറ്റായി കിട്ടും. പിന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെയും കൂളിംഗ് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഞാനിതിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ തണുത്ത് നല്ല ഉറച്ച് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പില്ലേ, ആ ഒരു ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. സാധാരണ ഈ ഒരു പുഡിങ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഷുഗർ സിറപ്പ് മുഴുവൻ ഒഴിച്ചൊരിക്കലും കൊടുക്കരുത്. നമ്മൾ കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലബനീസ് ഡെസേർട്ട് ലയാലി ലുബ്നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റവയൊക്കെ വെച്ചിട്ടുള്ള നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും പാർട്ടികളിലൊക്കെ ആണെങ്കിലും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂട്ടത്തിലാ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.